ഇനി മധ്യകേരളത്തിലേക്ക് പോവുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങളൊക്കെ കുറേ ദിവസങ്ങളായി ഇങ്ങനെ ഉണ്ടാകുന്നു. ഇന്നും അതുപോലത്തെ സംഭവവികാസങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, സിനിമാ മേഖലയിൽ നിന്ന് മറ്റൊരു കേസ് കൂടെ വരുന്നു എന്നുള്ളതാണ്. RDX നിർമ്മാതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസ്. അതായത് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ലാഭവിഹിതം നൽകാമെന്ന ഉറപ്പ് ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ഒരു പരാതിക്കാരി ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളുണ്ട്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കൊച്ചിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അദ്ദേഹത്തിന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണം. കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം തുടങ്ങിയ വാർത്തകളൊക്കെ ഉണ്ട് മധ്യകേരളത്തിൽ നിന്ന് നൽകാനായി. ഗുഡ് മോർണിംഗ് ശരൺ. ഗുഡ് മോർണിംഗ് ജിൽസി. ശരൺ, കുറച്ചു ദിവസമായി ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൊച്ചിയിൽ നിന്ന് അധികവും ഉറ്റുനോക്കുന്നത്. പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളൊക്കെ. ഇന്നും അത്തരം വാർത്തകൾ, കോടതി എന്ന അവധിയാണ്. മറ്റ് വാർത്തകളൊക്കെ എന്തൊക്കെയാണെന്ന് ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്ന വാർത്തകൾ, ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട വാർത്തകൾ ഏതൊക്കെയാണ്? ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ, പ്രത്യേകിച്ച് ഈ ലൈംഗിക ആരോപണങ്ങൾ കൂടി ഉയർന്നതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നു. ഈ അന്വേഷണ സംഘം കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതലായി പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പല ഫോളോ അപ്പുകളും ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ തെളിവെടുപ്പ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ ലൈംഗിക ആരോപണങ്ങളിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എറണാകുളത്തെ വിവിധ സ്റ്റേഷനുകളിലായിട്ടാണ്. ഇതിൽ ഇന്നലെ മുകേഷിനെതിരായിട്ടുള്ള കേസിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയായ നടിയുമായിട്ട് മുകേഷിന്റെ ഫ്ളാറ്റിൽ എത്തി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇനി കൂടുതൽ ആളുകൾക്ക് എതിരെയുള്ള കേസുകൾ, അതായത് ഇടവേള ബാബു, VS ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള കേസുകളിലും തെളിവെടുപ്പ് ഇന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഇടവേള ബാബുവിന്റെ കലൂരിലെ ഫ്ളാറ്റിലേക്ക് ഈ പരാതിക്കാരിയായ നടിയെ എത്തിച്ച് തെളിവെടുക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കൂടുതൽ കേസുകളിൽ രഹസ്യമൊഴിയും രേഖപ്പെടുത്തേണ്ടതുള്ളൂ. അതായത് നിലവിൽ ഈ മുകേഷിനെതിരായ കേസിലും ഒപ്പം ഇടവേള ബാബുവിനെതിരായ കേസിലും ഒപ്പം VS ചന്ദ്രശേഖരനെതിരായ കേസിലുമാണ് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരായിട്ടുള്ള കേസുകൾ കൂടി രഹസ്യമൊഴി രേഖപ്പെടുത്തുക, അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നത്. അത്തരത്തിലുള്ള നടപടികളുമായിട്ട് ഇപ്പോൾ SIT മുന്നോട്ട് പോവുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് സിനിമാ മേഖലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കേസും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ ഈ തൃപ്പൂണിത്തുറ സ്വദേശിയായ ഒരു അഞ്ജന എബ്രഹാമാണ് ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ പരാതിയുമായി രംഗത്ത് തരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ സിനിമാ നിർമ്മാണത്തിന് വേണ്ടി 6 കോടി രൂപ താൻ നൽകിയിരുന്നതാണ്. അതായത് ഈ 30% ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് തൻ്റെ പക്കൽ നിന്നും 6 കോടി രൂപ ഈ സിനിമാ നിർമ്മാതാക്കൾ വാങ്ങിയിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ ലാഭവിഹിതം നൽകിയില്ല എന്നുള്ള കാര്യമാണ് അവർ പരാതിയെ ഉന്നയിച്ചിരുന്നത്. തുടക്കത്തിൽ അവർ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. RDX സിനിമാ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗൂഢാലോചന, വഞ്ചന കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികളും വൈകാതെ തന്നെ ഉണ്ടാകും, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം ഈ സിയാലടക്കം 2 പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ജിൽസി.